നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 26-ന് സംസ്ഥാനത്ത് പൊതു അവധി. വിജ്ഞാനബാനം ഇന്ന്. സ്ഥിരമായി കാട്ടാന ആക്രമണം. നൂറുകണക്കിന് മരങ്ങളും കൃഷിയും നശിപ്പിച്ചു. മണ്ണൂത്തി പട്ടിക്കാട് ഭീതിയോടെ നാട്ടുകാർ. കേന്ദ്ര സർക്കാർ എന്താണ് എന്ന് ചോദിച്ചാൽ പോടാ എന്ന് പറയാൻ ഇടതുപക്ഷത്തിനെ സാധിക്കും. മുഹമ്മദ് റിയാസ്. ചന്ദനത്തോപ്പ് IIT-യിലെ സംഘർഷം. SFI പ്രവർത്തകർക്കെതിരെ കേസ്. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഏപ്രിൽ 26-ന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് ഏപ്രിൽ 26-നാണ്. ഈ സാഹചര്യത്തിലാണ് പൊതു അവധി പ്രഖ്യാപിച്ചത്. സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ്. വാണിജ്യ സ്ഥാപനങ്ങൾക്കും ശമ്പളത്തോടെയുള്ള അവധിയായിരിക്കും. കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിനു പരിധിയിൽ വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയിടങ്ങളിൽ അവധി പ്രഖ്യാപിക്കുന്നതിന് ലേബർ കമ്മീഷണർ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം. അവധി ദിനത്തിൽ വേതനം നിഷേധിക്കുകയോ കുറവ് വരുത്തുകയോ ചെയ്യരുതെന്നും ഉത്തരവിൽ പറയുന്നു. അതേസമയം കേരളം ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നു മുതൽ ആരംഭിക്കും. മാർച്ച് 28 മുതൽ ഏപ്രിൽ 4 വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള അവസരം. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം പൂർത്തിയായിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സഞ്ജയ് ഗൗഡ് അറിയിച്ചു. മണ്ണൂത്തി പട്ടിക്കാട് ചുവന്ന മണ്ണ് വാര്യത്തുകാട് നറുക്ക് എന്ന സ്ഥലത്ത് കാട്ടാനകളുടെ ആക്രമണത്തിൽ വ്യാപക നഷ്ടം. കൃഷിയും വൈദ്യുതി പോസ്റ്റുകളും കാട്ടാനകൾ തകർത്തു. പ്രദേശത്തെ 100ഓളം തെങ്ങുകളും 150ഓളം കവുങ്ങുകളും 500ഓളം വാഴകളും ആക്രമണത്തിൽ നശിച്ചു. കൂടാതെ പ്ലാവ്, മാവ്, റബ്ബർ, കടപ്ലാവ്, കുരുമുളക് തുടങ്ങിയ മരങ്ങളും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 1 മാസമായി ഈ പ്രദേശത്ത് കാട്ടാനകളുടെ ആക്രമണം നടന്നു വരികയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. രാത്രി 9 മണിയോടുകൂടിയാണ് കാട്ടാനക്കൂട്ടം സ്ഥലത്തെത്തുന്നത്. പ്രദേശവാസികൾ പടക്കം പൊട്ടിച്ച് ആനകളെ തുരത്തുമെങ്കിലും അതിനുശേഷം ആനകൾ വീണ്ടും ആക്രമണം അഴിച്ചുവിടും. കൃഷികൾക്കൊപ്പം 4ഓളം വൈദ്യുതി പോസ്റ്റുകളും തകർത്തിട്ടുണ്ട്. ചവിട്ടി വീഴ്ത്തിയ തെങ്ങ് വൈദ്യുതി പോസ്റ്റിൽ വീഴുകയും തെങ്ങ് കത്തുകയും ചെയ്തു. സഹോദരങ്ങളായ പൂക്കളത്ത് കളരിക്കൽ നകുലൻ, ഗോപാലകൃഷ്ണൻ, വിജയലക്ഷ്മി, പരന്നൂരിൽ ജോണി, മലയൻ കുന്നേൽ, ഇന്ദിരാത്മജൻ, തീരാത്ത് മണ്ഡത്തിൽ രാംകിഷോർ എന്നിവരുടെ കൃഷിയാണ് നശിപ്പിച്ചത്. കോൺഗ്രസിനെ BJP ആക്കാനും BJPക്ക് പണപ്പിരിവിനുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ED ഇടതുപക്ഷത്തിന് ഗുണമാണ് ചെയ്യുക. EDയുടെ വിശ്വസ്തത കേരളത്തിന് അറിയാം. അതുകൊണ്ട് അന്വേഷണങ്ങൾ അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. കുറ്റം തെളിയിക്കുന്ന കാര്യത്തിൽ ED ലോകത്ത് ഏറ്റവും പുറകിലുള്ള ഏജൻസിയാണെന്നും സംഘപരിവാറിലെ പരിവാർ അംഗത്തെ പോലെയാണ് ED പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. AICC ജനറൽ സെക്രട്ടറിയും UDF സ്ഥാനാർത്ഥിയുമായ KC വേണുഗോപാൽ ഡൽഹിയിൽ EDക്കെതിരെ പറയുകയും ആലപ്പുഴയിൽ EDക്ക് സിന്ദാബാദ് വിളിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടു. CAA വിഷയത്തിൽ കോൺഗ്രസിന് ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാടാണെന്നും മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. ഇപ്പോൾ നൈറ്റ് മാർച്ച് നടത്തുന്നവർ പാർലമെന്റിൽ ഒന്നും മിണ്ടാത്തവരാണെന്നും റിയാസ് പറഞ്ഞു. CAA നടപ്പിലാക്കില്ലെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് തമിഴ്നാട് കോൺഗ്രസിനൊപ്പം ആണോ എന്നും മുഹമ്മദ് റിയാസ് ചോദിച്ചു. കേന്ദ്ര സർക്കാർ എന്താണ് എന്ന് ചോദിച്ചാൽ പോടാ എന്ന് പറയാൻ ഇടതുപക്ഷത്തിന് സാധിക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു. കൊല്ലം ചന്ദനത്തോപ്പ് IIT-യിലെ സംഘർഷത്തിൽ SFI പ്രവർത്തകർക്കെതിരെ കേസ്. ABVP-യുടെയും NDA മണ്ഡലം കമ്മിറ്റിയുടെയും പരാതിയിൽ 7 പേർക്കെതിരെയാണ് കേസ്. ആയുധം കൊണ്ടുള്ള ആക്രമണം, മർദ്ദനം, മുറിവേൽപ്പിക്കൽ, അന്യായമായി സംഘം ചേരൽ, തടഞ്ഞു നിർത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്. ബുധനാഴ്ച NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാർ കോളേജിൽ പ്രചാരണത്തിനെത്തിയപ്പോഴായിരുന്നു സംഭവം. കൃഷ്ണകുമാറിനെ കോളേജ് കവാടത്തിൽ SFI പ്രവർത്തകർ തടഞ്ഞത് ABVP പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം IIT-യിലെ കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള സമ്മാനദാന ചടങ്ങിന് സ്ഥാനാർത്ഥിയെ നിയോഗിച്ചത് താങ്കളോട് ആലോചിക്കാതെയാണെന്നും ഇതിനെ എതിർക്കുക മാത്രമാണ് ചെയ്തതെന്നും SFI വിശദീകരിച്ചു.